വളരെ ബോറായി പോയി. വളരെ ബോർ. ഇത് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് എനിക്ക് മൈക്കാറുണ്ട. സോഷ്യൽ മീഡിയയിലുള്ള ആളല്ല, അത് അഞ്ജന മോഹനൻ പന്നപ്പോൾ. ഓക്കെ, അവർ ആക്ട്രസ് ഒക്കെയാണ്, മോഡലാണ്. സോ അച്ഛൻ്റെ ആഗ്രഹം അഭിനയം തന്നെയാണ്. സീരിയസ്ലി നമുക്ക് ഉടനെ ഒരു സൂപ്പർ സ്റ്റാറിനെ പ്രതീക്ഷിക്കാം. ഞാൻ ഐസ്ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്ന അച്ചായനും അച്ചായൻ്റെ ഭാര്യയും. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാം. നിങ്ങൾ പറ, അതൊരു ഇൻസൾട്ടാണോ അതോ അവർക്ക് ഒരു ചെറിയൊരു പിശക് പറ്റിയത് മാത്രമാണോ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു നടനാണ്. അപ്പം ഞാൻ ഒന്നൊരു മുഖവരിയൊന്നും ഇടുന്നില്ല, ഞാൻ ഡയറക്റ്റായിട്ട് ആ വീഡിയോ അങ്ങ് പ്ലേ ചെയ്യാം. എനിക്കെന്തോ കണ്ടിട്ട് നിങ്ങൾ കണ്ടു നോക്കും, ഞാനായിട്ടൊന്നും പറയുന്നില്ല, അത് ശരിയല്ലല്ലോ. വളരെ ബോറായി പോയി. വളരെ ബോർ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു 10-100 പടത്തെ അഭിനയിച്ചിട്ട് ആ മൂലയ്ക്ക് ഇരിക്കുന്നത് ഇവിടെ ഇരുന്ന് എന്നിട്ട് എന്നെ ഒന്ന് വിളിക്കുന്നു പറഞ്ഞ അവസ്ഥയിലേക്ക് പോയി. വളരെ ബോറായി പോയി. വളരെ ബോർ. ഇത് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് എനിക്ക് മൈക്കാറുണ്ട. ഭയങ്കര മോശം. ഇവിടെ എല്ലാരും എന്താ പറയാ, എല്ലാരും വിളിച്ചു കൊടുത്തോളൂ, കുഴപ്പമില്ല, എങ്കിലും ഒരു മൈൻഡ് കാണിക്കണ്ടേ. വളരെ സന്തോഷം. കൂടെ അവനെ ആരുടെ തന്നെ എനിക്ക് സീറ്റ് വിഷയമല്ല. എവിടെ ഇരുന്നാലും വിളിക്കണം, പേര് വിളിക്കണം. ബാക്കിൽ നിന്ന് വരും. ബാക്കി ഇരിക്കുന്ന ഒരു സെലിബ്രിറ്റി അല്ലെന്ന് കരുതരുത്. സെലിബ്രിറ്റിക്ക് ബാക്കിൽ ഇരിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സെലിബ്രിറ്റീസ് കം ഔട്ട് ടു ദ ഫ്രണ്ട്. ഐ ആം നോട്ട് സെലിബ്രിറ്റി, ഐ ആം ഹ്യൂമൻ. വളരെ മോശമായിരുന്നു, വളരെ മോശം. ആ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി അവസാനം അവിടെ ഞാൻ പറയുന്നതോ നിങ്ങൾ പറയാൻ പോണതോ അല്ല, അത് കണ്ടുകൊണ്ടിരുന്ന ഈ വീഡിയോ എടുത്ത ആൾ പോലും പറഞ്ഞു ഭയങ്കര മോശമായിപ്പോയി എന്ന് പുള്ളി പറയുന്നുണ്ട്. സീരിയസ്ലി ഞാൻ പറയാം, ഇദ്ദേഹത്തിനെ അറിയാത്ത മലയാളികളുണ്ടോ? അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. സഹനടനായിട്ടും വില്ലനായിട്ടും ക്യാരക്ടർ റോളായിട്ടൊക്കെ ഒരുപാട് മലയാളത്തിൻ്റെ ഒരുപാട് സംഭാവന നൽകിയൊരു മനുഷ്യനാണ്. അയാളെയും ക്ഷണിച്ചിട്ട് ഇത് സംഭവം നടക്കുന്നത് ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ എന്തോ ഒരു ലോഞ്ച് അങ്ങനെ എന്തോ സംഭവമാണ്. ആ സംഭവത്തിൻ്റെ അകത്ത് ഒരുപാട് സെലിബ്രിറ്റീസ്, ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മുടെ അച്ചായൻ വരുന്നുണ്ട്. അച്ചായൻ, നമ്മുടെ തൊപ്പിയുടെ അച്ചായനൊക്കെ വരുന്നത്. അച്ചായനൊക്കെ വമ്പൻ സ്വീകരണമൊക്കെയാണ്. ഓക്കെ, പക്ഷേ ഇദ്ദേഹവും അവിടെ ഉണ്ട്. ഇദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടാണ് വന്നത്. ഇദ്ദേഹം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ആ വേദിയിൽ ഇരിക്കുന്ന സമയത്ത് ഈ അദ്ദേഹത്തിനെ വിളിക്കുന്നതേ ഇല്ല. മറ്റ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മറ്റുള്ള ടീംസിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഇദ്ദേഹത്തിനെ വിളിക്കുന്നില്ല. ആലോചിച്ച് നോക്കൂ, ഒരു ഡിസ്റെസ്പെക്റ്റ് അല്ലേ അവിടെ കാണിച്ചിരിക്കുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയത്. ഇനി അതെല്ലാം പോട്ടെ, ഇനിയിപ്പോൾ അവർ കയ്യിൽ നിന്ന് പോയതാവാം. പക്ഷേ അതിനുശേഷം ആ ആങ്കറിനോട് ഇതെല്ലാം അദ്ദേഹം സ്ട്രെയിറ്റ് ആയിട്ട് നേരിട്ട് ഇത് മൈക്ക് തന്നെ പിടിച്ച് വാങ്ങിയിട്ട് പുള്ളിക്കാരൻ്റെ വിഷമം അതങ്ങോട്ട് ഈഗോ ഹർട്ടായി തോന്നുന്നു. പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഡിസ്റെസ്പെക്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് വിളിക്കാത്തത് നിരാശ തോന്നി. എന്നിട്ട് ആ ആങ്കർ ലാസ്റ്റ് പറയുന്നൊരു പരിപാടി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒന്നുകൂടെ ഞാൻ പ്ലേ ചെയ്യാം, നിങ്ങൾക്കായിട്ട് നോക്കും. ആ മൈക്കതാ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വരുന്നുണ്ട്. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു 10-100 പടത്തെ അഭിനയിച്ചിട്ട് ആ മൂലയ്ക്ക് ഇരിക്കുന്നത് ഇവിടെ ഇരുന്ന് എന്നിട്ട് എന്നെ ഒന്ന് വിളിക്കുന്നു പറഞ്ഞ അവസ്ഥയിലേക്ക് പോയി. വളരെ ബോറായി പോയി. വളരെ ബോർ. ഇത് ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് എനിക്ക് മൈക്കാറുണ്ട. ഭയങ്കര മോശം. ഇവിടെ എല്ലാരും എന്താ പറയാ, എല്ലാരും വിളിച്ചു കൊടുത്തോളൂ, കുഴപ്പമില്ല, എങ്കിലും ഒരു മൈൻഡ് കാണിക്കണ്ടേ. എല്ലാവരെയും വിളിച്ചു കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനിവിടെ ഇരിക്കുന്നില്ലേ, ഞാൻ നിങ്ങൾ വിളിച്ചിട്ട് വന്നതല്ലേ എന്നാണ് പുള്ളിക്കാരൻ വിഷമം പറയുക. ഒരു മൈൻഡ് കാണിക്കണ്ടേ. വളരെ സന്തോഷം. കൂടെ അവനെ ആരുടെ തന്നെ എനിക്ക് അവർ സെലിബ്രിറ്റീസിനെ ആദരിക്കുന്ന പോലത്തെ പരിപാടിയാണ്, അവരെ വെൽക്കം ചെയ്യുന്നൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. അതേ കൊടുത്തത് ചോദിച്ച് വാങ്ങിക്കുകയാണ്. ആ തരൂ, ഞാൻ വാങ്ങിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട്. വല്ലാത്തൊരവസ്ഥയല്ലേ. ഇനി ആങ്കറിനെ ശ്രദ്ധിക്കുക. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ സെലിബ്രിറ്റി ഒന്നുമല്ല, ഞാനൊരു ഹ്യൂമൻ ആണ്. അപ്പോൾ പുള്ളിക്കാരൻ സാധാരണ സെലിബ്രിറ്റീസിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് ആൾക്കാർ നമ്മുടെ കാലും വിട്ടിട്ട് അത് തെറ്റൊന്നല്ല കേട്ടോ. അവർ നിരന്ന് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഇദ്ദേഹം ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോലും അവരിരുന്നോട്ടെ, ഞാൻ പുറകിലോട്ട് ഇരുന്നോളാം എന്ന് പറഞ്ഞ് പുള്ളി മാറിയുന്നതാണ്. സോ അദ്ദേഹം അവിടെ ഉണ്ടെന്നുള്ള കാര്യം അവിടുത്തെ റിസീവ് ചെയ്ത ആൾക്കാരെ, പുള്ളിക്കാരനെ ഇൻവൈറ്റ് ചെയ്തിട്ട് എത്തിച്ച ആൾക്കാർക്ക് അറിയത്തില്ലേ. സോ അത് പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനൊരു ഹ്യൂമനാണ്, ഞാൻ സെലിബ്രിറ്റി ഒന്നുമല്ല, ഞാനൊരു ഹ്യൂമൻ ബീയിങ്ങാ എന്ന് പുള്ളി പറയുന്നുണ്ട്. സീറ്റ് വിഷയമല്ല. എവിടെ ഇരുന്നാലും വിളിക്കണം, പേര് വിളിക്കണം. ബാക്കിൽ നിന്ന് വരും. ഇപ്പൊ വിളിച്ചല്ലോ. സോ ശ്രദ്ധിക്കണേ, ഇനി അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഫേസിൽ തന്നെ വരുന്നുണ്ട്. സെലിബ്രിറ്റി അല്ലെന്ന് കരുതരുത്. സെലിബ്രിറ്റിക്ക് ബാക്കിൽ ഇരിക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സെലിബ്രിറ്റീസ് കം ഔട്ട് ടു ദ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെലിബ്രിറ്റി, ഐ ആം ഹ്യൂമൻ.
ഞാൻ സെലിബ്രിറ്റി ഒന്നുമല്ല, ഐ എം ഹ്യൂമൻ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വിളിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ പുള്ളിക്കാരൻ വന്ന് അദ്ദേഹത്തിന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സീരിയസ്ലി ഇത് കണ്ടപ്പോൾ ഒരു ഹാർട്ട് ഫീലിംഗ്. ഇത് ഹാർട്ട് ഫീലിംഗ് നിങ്ങൾക്ക് ഇപ്പോഴല്ല വരുന്നത്. ഇനി ഹാർട്ട് ഫീലിംഗ് 2-3 വീഡിയോസും കൂടെ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഹാർട്ട് ഫീലിംഗ് ആവും. കാരണം ഇനി വരാൻ വേണ്ടിയിട്ട് പോകുന്ന വീഡിയോസിൻ്റെ അകത്ത് നിങ്ങൾക്ക് അതൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം അവിടെ ഇവരുടെ ഇടയിൽ ഇരിക്കുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. ബോറ് പരിപാടിയായിരുന്നു ഇത് എടുത്തുകൊണ്ട് നാളെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഇനി ഈ കമൻറ്റ് ബോക്സ് നോക്കാം. അവളെ അറിയില്ലെങ്കിലും ഇങ്ങനെ ചെറുപ്പം മുതലേ അറിയാം എന്ന് പറയുന്നു. അവളെ എന്നുള്ള രീതിയിൽ പറയേണ്ട കാര്യമില്ല, എങ്കിലും അവരുടെ വിഷമമായിരിക്കാം, അവരുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. അദ്ദേഹത്തിന് നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ചങ്കൂറ്റം ഉള്ളതുകൊണ്ട് പ്രതിഷേധിച്ചു. നൈസ് ഹ്യൂമൻ അൺപ്രൊഫഷണൽ ഇംസി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. കുറേ സോഷ്യൽ മീഡിയ ഒക്കെ തെറി അവൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ പറഞ്ഞു കൊടുക്കണം അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നു. ആങ്കർ ഡിസ്ലൈക്ക് ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇറങ്ങി വരുന്ന അദ്ദേഹത്തിനെ മറ്റൊരാൾ തടഞ്ഞു നിർത്തിയിട്ടുള്ള പരിപാടി. സോഷ്യൽ മീഡിയയിലുള്ള ആളല്ല, അത് ആക്ടറാണെന്ന് പറഞ്ഞിട്ട് ബിനീഷ് ബാസ്റ്റിൻ പുള്ളി അവിടെ തടഞ്ഞു നിർത്തി പറഞ്ഞു. ആ ഫ്രണ്ടിലിരിക്കുന്ന താരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമോ? ഇവരൊക്കെ ഫ്രണ്ടിലിരിക്കുന്ന വേദിയുടെ മുൻവശത്തിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അഞ്ജലി എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ഇവിടെ നിൽക്കുന്ന ആൾക്കാരും എനിക്കറിയത്തില്ല. ബിനീഷ് ബാസ്റ്റിനെ അറിയാം. സോ ഫ്രണ്ടിലിരിക്കുന്നത് ബാക്കിലിരിക്കുന്നല്ലോ. ഒരിടത്ത് വിളിച്ചിട്ട് അവിടെ എത്തിയ ആൾക്കാരെ എവിടെ ഇരിക്കുന്നെങ്കിലും അവരുണ്ടെങ്കിൽ അവരെ ഒന്ന് ജസ്റ്റ് ആ ഒരു പരിഗണന കൊടുക്കാത്തത് അതിൻ്റെ സംഘാടകരുടെ ഒരു പിഴവ് തന്നെയാണ്, സംശയമൊന്നുമില്ല. വിളിച്ച് വരുത്തിയിട്ട് ഒരുമാതിരി അപമാനിക്കുന്ന പോലെയാണ് അവരെ പിടിച്ചിരുത്തിരിക്കുക എന്നുള്ള പരിപാടി. ഞാൻ ആലോചിക്കരുത് പിണറായി വിജയൻ എങ്ങാനുമായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നേ. ഇനി അവിടുത്തെ വിളിച്ച ആൾക്കാരെ കാണിച്ചു തരാം. അഞ്ജന മോഹൻ വന്നപ്പോൾ ഓക്കെ, അവർ ആക്ട്രസ്സൊക്കെയാണ്, മോഡലാണ്, അവരെ വന്നു. ഇതുപോലെ കുറേ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇനി മെയിൻലി നമ്മുടെ വേറെ ഒരു കപ്പിൾ അവിടെ ഉണ്ട്. ആ കപ്പിളിനെ നമുക്ക് കാണാം. ആ കപ്പിൾ സിനിമാ മോഹവുമായിട്ട് നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഞാൻ ടൈറ്റിൽ എഴുതും മിക്കവാറും അത് തന്നെ ആയിരിക്കും. സ്വകാര്യമായിട്ടാണ് നടത്തി. ഇതിന് പിന്നിലുള്ള കാരണം നോക്കുമ്പോൾ പെട്ടെന്ന് മുടങ്ങി പോവാൻ ചാൻസ് ഉണ്ട് എന്നതുകൊണ്ടാണ്. അങ്ങനെയൊന്നും മുടങ്ങി പോയി കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഇത് നടക്കുമെന്നുള്ള കാര്യം എനിക്ക് ഡൗട്ടായിരുന്നു. നടന്നിട്ട് വേണ്ട മുടങ്ങാനായിരുന്നു. അച്ചായൻ ബാക്കിയുള്ള സോഷ്യൽ മീഡിയക്കകത്ത് നടന്ന വിഷയങ്ങളിലും അച്ചായത്തിനെതിരെ വന്നൊരു കാര്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിലും അച്ചായൻ അവിടെ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. അറിയുന്നത് അദ്ദേഹം ഒരു നടനായിട്ട് മാറാൻ വേണ്ടിയിട്ട് പോകുന്നു. തീർച്ചയായിട്ടും അങ്ങയുടെ സൂപ്പർ ഹിറ്റ് സിനിമകൾക്കായിട്ട് മലയാളം കാത്തിരിക്കുകയാണ്, മലയാളികൾ മൊത്തം കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായിട്ട് മാറട്ടെ എന്ന് ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. അതങ്ങനെ ആ ഒരു ചോദ്യത്തിനോട് പ്രസക്തിയില്ല. കാര്യം ഈ താലി വെക്കണ വരെ എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു കല്യാണം നടക്കുമെന്നുള്ളത്. ആഫ്റ്റർ ദാറ്റാണ് ഞാൻ റിയലൈസ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ അതെ, അത് പലരും പറയുന്നത് കേട്ടതും പിന്നീട് കുറേ വോയിസുകളൊക്കെ പുറത്തു വന്നതിൽ നിന്ന് മനസ്സിലായി താലി വെക്കുന്നത് വരെയും താങ്കൾക്ക് ഉറപ്പില്ലാതിരുന്നു എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ കുറേയധികം സംഭവം. താങ്കളൊന്നും പ്രതികരിച്ച് കണ്ടിട്ടില്ല, ഇനി പ്രതികരിക്കേണ്ട തോന്നിക്കാണ്. നമ്മൾ അതിനകത്ത് കമന്റ് ചെയ്യുന്നില്ല. സ്വകാര്യമായിട്ടാണ് നടത്തി. ഐസ്ക്രീം കൊടുക്കുന്ന ചേച്ചി, കഴിക്കുന്ന അച്ചായൻ. ഇത് പറഞ്ഞു പഠിപ്പിച്ചതാണോന്നൊന്നും അറിയത്തില്ല. എന്തായാലും കഴിച്ചിട്ട് പുള്ളി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ആ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. അതായത് ഈ പ്രൊഡക്ഷൻ്റെ പരിപാടിയാണ്. താങ്ക് യു. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ സഹകരണമൊക്കെ ഉണ്ടാവണം എപ്പോഴും. ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും, കാണാം. എല്ലാവരും വിളിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്കൊരു പരിപാടി പ്ലാൻ ചെയ്യണമെന്നുണ്ട്. അപ്പം അച്ചായൻ്റെ പരിപാടി വരുന്നുണ്ട്. എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള പരിപാടിയാണ്, എല്ലാവരും വിളിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ആ പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും വിളിക്കുമെന്നാണ് അച്ചായൻ പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും ആ പരിപാടിക്ക് വേണ്ടി നമ്മളും കാത്തിരിക്കുകയാണ്. വിളിക്കുമെന്ന് അറിയത്തില്ല. എല്ലാവർക്കും ഉള്ള വിശേഷം എനിക്കുള്ളൂ. അമ്മ വയ്യാണ്ടിരിക്കുമ്പോ എവിടെ പോകാനാ? എറണാകുളം വിട്ടു പോക്കില്ല. അച്ചായന് വല്ല വിശേഷം ഉണ്ടോ? അല്ല, അവിടെ എന്തൊരു വിശേഷം ഉണ്ടോന്ന് ചോദിച്ചാണ്. വേറെ വിശേഷമൊന്നുമില്ല. അമ്മ വയ്യായിരിക്കുന്ന കാര്യമൊക്കെ പറയുന്നു. ഐസ്ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്ന അച്ചായനും അച്ചായൻ്റെ ഭാര്യയും നല്ല രസമുണ്ട് കാണുമ്പോൾ. ഈ മൊമെന്റ് കാണുമ്പോൾ എനിക്ക് അവരെ ആ ഒരു ഇത് ഘടാതെ ആകർഷിച്ചു. സൂപ്പറായിട്ടുണ്ട്. രണ്ടുപേരും വീണ്ടും കഴിക്കും. ഈ വേദിയിൽ വെച്ചാണ് മറ്റേ പുള്ളിക്കാരൻ അപമാനിക്കപ്പെട്ടു പോയത്. സോ അച്ചായൻ്റെ ആഗ്രഹം അഭിനയം തന്നെയാണ്. സീരിയസ്ലി നമുക്ക് ഉടനെ ഒരു സൂപ്പർ സ്റ്റാറിനെ പ്രതീക്ഷിക്കാം. ഞാനത് പ്രതീക്ഷിക്കുന്നു. അച്ചായനെ ഞാനത് കാണുന്നുണ്ട്. അച്ചായന് തീർച്ചയായിട്ടും മലയാള സിനിമയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ മലയാള സിനിമ വിറയ്ക്കുന്നൊരു തരത്തിലേക്കുള്ളൊരു സംഭവം ഉണ്ടാവും. മലയാള സിനിമ തന്നെ വിറച്ചു പോകാൻ സാധ്യതയുണ്ട് അച്ചായൻ്റെ വരവ്. ഓക്കെ, ചോദിക്കുന്നവരിനി ചോദിക്കേണ്ട. അച്ചായനൊരു അത്യാവശ്യം ഒരുപാട് പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ
തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ആ മനുഷ്യൻ ഇതേ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന് ഇവരൊക്കെ കൂട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം ഇരുന്നത്. പക്ഷേ അദ്ദേഹം മറ്റുള്ളവർക്ക് ഫ്രണ്ടിൽ ഇരുന്നോട്ടെ, ഞാനിവിടെ വിളിച്ചു വന്നു ഇരുന്നു. പക്ഷേ വിളിച്ചവർ പറയുന്നു നിങ്ങൾ ഫ്രണ്ടിൽ ഇരിക്കാത്തതുകൊണ്ടാണെന്നാണ്. അദ്ദേഹം മാന്യത കൊണ്ട് പുറകെ ഇരുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ വിളിക്കാതെ അദ്ദേഹത്തെ അവിടെ ഇരുത്തിയിരുന്നു. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സുധീർ എന്ന അദ്ദേഹം ഒരു വലിയൊരു ആക്ടറാണ്. എന്താണ് അറിയില്ല. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ മുമ്പിലേക്ക് ഇത് എത്തിയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അറിയിക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. സോ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.